ആർട്ടിസ്റ്റ് ആവുക എന്ന് പറയുന്നത് ഇതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതല്ലല്ലോ. നമ്മളെ സിനിമ നമുക്ക് വേണം എന്നുള്ളത് കൊണ്ടും കൂടിക്കാൻ തന്നെയല്ലേ. അതല്ല ഞാൻ പറയും, എൻ്റെ ഒരു നേച്ചർ വന്നിട്ട് എൻ്റെ സ്വാമയായിട്ട് പറയും, എൻ്റെ കാലിൻ്റെ അടിയിൽ എന്താ വീല് വെച്ചിട്ടുണ്ടോ അങ്ങോട്ടേക്ക് എൻ്റെ ജന്തിയിലെന്തോ പരിവുണ്ട്, ഒരിടത്ത് അടങ്ങിയിരിക്കില്ല. ഞാനൊരു വെപ്രാളത്തിൻ്റെ ആളാണ്. ചിലപ്പോൾ ഗുണമായിരിക്കും ദോഷമായിരിക്കും. ഇപ്പോൾ ഈ ക്യാൻസർ വന്നതിന് ശേഷം തന്നെ എങ്ങും പോയില്ല, മറ്റേ മാസ്ക് വെച്ചുകൊണ്ട് വെളിയിൽ പോയില്ല, ദൂരെ കൂടെ ഒരാൾ പോയി അസുഖം പിടിപ്പിക്കുമെന്ന് പലരും പേടിപ്പിച്ചു. ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാനത് കഴിഞ്ഞാൽ ഇപ്പോഴും വൈകുന്നേരമൊക്കെ എന്താ പറയുക, വൈകുന്നേരം ക്ലബ്ബിൽ പോകും, അവിടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ സംസാരിച്ചിരിക്കും. 8:30 മണിക്ക് വരും. വേറെ ഈ നിങ്ങൾ പറഞ്ഞ ഒരു ബിയർ പോലും കഴിക്കത്തില്ല. മുമ്പ് കഴിച്ചിരുന്നു ഞാൻ പറയും, ഓപ്പറേഷന് ശേഷം ഞാൻ അതൊക്കെ മാറി. അതിലൊന്നും എനിക്ക് വലിയ ക്രൈസും ഇല്ല, താല്പര്യമില്ല. 8:30 വരും, എൻ്റെ കട അടയ്ക്കും. 10 മണി 10 കാലം പറഞ്ഞ് 5 മണിക്ക് എണീക്കുന്ന ആളാണ്. പിന്നെ OTTയിൽ ഇഷ്ടംപോലെ പടങ്ങൾ കാണുന്നുണ്ട്. ഇനി പുതിയ പുതിയ സംഭവങ്ങൾ ഇങ്ങനെ അതിൽ കാണാമല്ലോ, സംഭവങ്ങൾ നല്ല പടങ്ങളൊക്കെ. അങ്ങനെ പോകുന്നു. ജീവിതം വിരസമാകാൻ സമ്മതിക്കത്തില്ല. ഞാനുള്ള എൻ്റെ ഒരു പ്രസൻസ് എവിടെയെങ്കിലും 1 മിനിറ്റ് ബോറാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ അവിടെ നിന്ന് പോകും. ഒരു വീട്ടിൽ ചെന്നാൽ ഇഷ്ടമാണെങ്കിൽ അടുക്കള വരെ പോകും, ഇഷ്ടമല്ലെങ്കിൽ മുറ്റത്ത് നിന്ന് കാര്യം പറഞ്ഞിട്ട് പോകും. അത് നമുക്ക് ആക്കാൻ പറ്റും. അല്ല ഇപ്പം എന്താ പെട്ടെന്ന് മൊത്തത്തിൽ ഔട്ടായതുപോലെ. അല്ല, കാര്യങ്ങൾ കറക്റ്റാണ് ഞാൻ പറയാം. നമ്മൾ പ്രൊഡക്ഷനിലേക്ക് തിരിച്ചു വരുമ്പോൾ മണിയമ്പിള്ള രാജു പ്രൊഡക്ഷൻസിൽ ഡെലിവർ ചെയ്യുന്ന ഫുഡ് അതിനെ പറ്റി പറയാത്ത ഒരൊറ്റ ആർട്ടിസ്റ്റ് ഒറ്റ ഇന്റർവ്യൂവിൽ ഇത്രയ്ക്ക് എന്ത് മാജിക്കാണ് കേട്ടോ വിളമ്പുന്നത്. എന്ത് മേഘെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരേ ഫുഡാണ്. ഒന്ന് ഡിസ്ക്രിമിനേഷൻ ഇല്ല. ഓക്കെ, പ്രൊഡക്ഷൻ ബോയ് ആണ് അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ ആണെന്നില്ല, എല്ലാവർക്കും ഒരേ ഫുഡ്. അതുകൊണ്ട് വലിയ ചിലവൊന്നുമില്ല, ഞാൻ എപ്പോഴും പറയും. പിന്നെ നല്ല കൈപുണ്യമുള്ള ഒരു കുക്കുണ്ട് എനിക്ക്, മോഹൻ എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഒരു പടത്തിന് ഡേറ്റ് വാങ്ങണമെങ്കിൽ ഞാൻ അതിൻ്റെ ആർട്ടിസ്റ്റ് പറയും, നമുക്ക് ആ നവംബർ 1 എന്നുള്ളത് 10 തീയതി ആക്കിയാണ്. അതൊന്നും ഒരു കഴിച്ചിട്ട് മഴയാണ് നമ്മൾ, അതല്ല കുക്ക് 10 ഫ്രീ ആകുള്ളൂ. അയ്യോ, അതിനകത്ത് വരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇത്രയും പറയുന്ന എല്ലാവർക്കും നല്ല ഫുഡ് വെച്ച് കൊടുക്കുന്നത്, നല്ല കൊടുക്കുന്നത്, ഏത് ഹോട്ടലിൽ പോയാലും ഏത് രാജ്യത്ത് പോയാലും നല്ല ഫുഡൊക്കെ കഴിക്കുന്നതാണ്. പക്ഷേ എനിക്ക് ഈ അസുഖം വന്നതിന് ശേഷം ഈ റേഡിയേഷൻ ഇവിടെയൊക്കെ കരിഞ്ഞു പോയി. അതൊക്കെ മാറി. ഈ തൊണ്ടയ്ക്കകത്തൂടെ വെള്ളം ഇറങ്ങാനും പാടാണ്. അകത്തല്ലേ ഇത് അവർ സ്വീകരിക്കുന്നത്. അപ്പം വെള്ളം ഇറങ്ങാൻ പാടായിരുന്നു. പിന്നെ കഞ്ഞിവെള്ളത്തിൽ ശകലം വറ്റിട്ടിട്ട് മിക്സിയിൽ വെച്ച് അടിച്ചു. പിന്നെ കഞ്ഞി കുടിച്ചു. പിന്നെ ചോറുണ്ട്. പിന്നെ എരിവ് കഴിക്കാൻ പറ്റില്ല, നീറ്റിലൊക്കെ ആയിരിക്കും. പിന്നെ ചെറിയ രീതിയിൽ പെപ്പറൊക്കെ ഇട്ട് ഇപ്പോഴും പൂർണ്ണ തോതിൽ എരിവ് കഴിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ചിക്കൻ ഫ്രൈ അല്ലെങ്കിൽ മട്ടൻ കറി കഴിക്കാൻ വെച്ചാൽ നടക്കില്ല. ചെറിയ രീതിയിലൊക്കെ ഇട്ട് സാമ്പാറോ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഫിഷ് കറി അതൊക്കെ വൈഫ് ഉണ്ടാക്കി തരും. അതുകൊണ്ട് എനിക്ക് വേറെ സ്ഥലത്ത് പോയാൽ ഹോട്ടലിലൊക്കെ ചെന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എഗ്ഗൊക്കെ വാങ്ങിച്ച് കഴിച്ച് വെള്ളം കുടിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാം നല്ല ഫുഡ് കൊടുത്ത് തന്നെ ഒരു കൊല്ലം ദൈവം നീ സ്ഥിരം കുറ്റം പറയുന്നതാണ് ഫുഡിന്, എന്നാൽ നീ ഒരു കൊല്ലം അനുഭവിക്കുന്നു പറഞ്ഞിരിക്കുക ദൈവം. ഞാൻ കുറ്റം പറയും, വീട്ടിലും പറയും. ഉപ്പ് പറഞ്ഞാൽ കുറ്റം, ഉപ്പ് കൂടിയ കുറ്റം. എവിടെയെങ്കിലും ചെന്ന് ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും പലരും പറയാം, എല്ലാവരും ഇങ്ങനെ എൻ്റെ മുഖത്ത് നോക്കും. പ്രൊഡക്ഷനിൽ എന്താ പറയുക, കറക്റ്റ് റിപ്പോർട്ട് ഇവിടെ നിന്ന് വരാം, നല്ല സാമ്പാർ നന്നായിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതെന്താ അവർ ഈ അവിയലിന് ഉപ്പിടാത്തത്? പലരും സിനിമയിൽ ഇത് പ്രൊഡക്ഷനിൽ പറയാൻ പഠിക്കും. ഞാൻ പറയും, ഞാൻ ഉപ്പിടണ്ടേ നിങ്ങൾ, അല്ലെങ്കിൽ ഇതിനകത്ത് എന്തൊരു ഉപ്പാണ് നിങ്ങൾ നോക്കത്തില്ലേ? ഇത് ഒരാൾ കഴിക്കുന്നില്ലേ, സന്തോഷമായിട്ട് കഴിക്കാൻ നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ പറയും. ഇത് ഞാൻ പറയും, എൻ്റെ ഒരു ക്യാരക്ടറാണ്. ഇപ്പോൾ ഇത്രയും വയസ്സായി, ഇനി എൻ്റെ ഒരു സ്വഭാവം മാറ്റി വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് അത് പറ്റൂല. ഇങ്ങനെ പോട്ടെ വണ്ടി, എങ്ങനെ പോകുന്നെങ്കിൽ ഇങ്ങനെ പോകും. അത് രാജേട്ടാ, അതാണ് നമ്മളൊരു ഒരു ട്രെൻഡിങ് വാർത്ത ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കൃഷാന്തിന്റെ സംവിധാനത്തിൽ മോഹൻലാലിനെ നായകനാക്കിക്കൊണ്ടുള്ള പറഞ്ഞു. മോഹൻലാലിനകത്ത് കുറച്ച് നിർദ്ദേശങ്ങളുണ്ട്. ഇപ്പം കൃഷാന്ത് നിരഞ്ജന നായകനാക്കി ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മസ്തിഷ്ക മരണം. പുള്ളിയുടെ അങ്ങനെ ഡിഫറെൻറ്റ് പടം എല്ലാം ഉണ്ട്. അപ്പോൾ അത് ഇവിടുത്തെ ഷൂട്ടിംഗ് 5-ാം തീയതി തീരും. അത് കഴിഞ്ഞാൽ പിന്നെ 6-ാം തീയതി അവർ പോവാണ്. തായ്ലൻഡിൽ ഷൂട്ടിംഗ് ഉണ്ട്, ഹോങ്കോങ്ങിൽ ഷൂട്ടിംഗ് ഉണ്ട്. നിരഞ്ജൻ്റെ വെച്ചുള്ള നിരഞ്ജൻ ലീഡ് ബാക്കിയെല്ലാം. അതൊരു ഉഗ്രം പടമായിരിക്കും. എനിക്ക് അതിൻ്റെ സബ്ജക്റ്റ് വരെ നമ്മളീ പറയുന്നില്ല. പിന്നെ അതിൻ്റെ കുറച്ച് എടുത്ത ഭാഗങ്ങളൊക്കെ ഉണ്ട്, ഗംഭീരമായിട്ടുണ്ട് സംഭവം. അപ്പം കൃഷാന്ത് ഈ പുതിയ ജനറേഷൻ്റെ ഡയറക്ടറാണ്. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ പറഞ്ഞത് 14 പടം ആണെങ്കിലും 14 ജോണറിലുള്ള പടം അല്ല, ഒരേ പടം പിടിച്ചിട്ട് അതിൻ്റെ അതേ കണ്ടിന്യൂഷൻ അതിൻ്റെ അങ്ങനെ ഒന്നും ഞാൻ പോകാറില്ല. അപ്പം കൃഷാന്തിൻ്റെ യങ്സ്റ്റേഴ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ കൃഷാന്തിനെ പോലെ അയാളും മോഹൻലാലും കൂടെ ഒന്നിച്ച് കഴിഞ്ഞാൽ ഒന്നും വേണ്ട. പുതിയ ഡയറക്ടർ 2 പടം എടുത്തേ ഉള്ളൂ, ഓപ്പറേഷൻ ജാവയും സൗദികളിലേക്ക്. പക്ഷെ തരുൺമൂർത്തി ഒന്ന് സംഭവം ഗംഭീരാക്കിയില്ലേ. ഇപ്പം നമ്മൾ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പടങ്ങൾ ചെയ്യുന്നതിലധികം പുതിയ ഡയറക്ടേഴ്സാണ്. അവരെല്ലാം അവരവരുടെ മികവത്തിലേക്ക്. പുതിയ ജനറേഷന് നമ്മളെക്കാളും അറിവ് കൂടുതലാണ് അവർക്ക്. ടെക്നോളജി എല്ലാം അവർക്ക് സപ്പോർട്ടുണ്ട്. പിന്നെ എല്ലാം നല്ല ആൾക്കാരാണ്, നല്ല പിള്ളേരാണ്. പ്രത്യേകിച്ച് ഡയറക്ഷൻ സൈഡിൽ ഫോട്ടോഗ്രാഫി
രാജേട്ടാ തുടരുന്ന സക്സസ് എങ്ങനെയാണ് കാണുന്നത്? ലൈക്ക് ഇത്രയും ഭീകരമായ സക്സസ് ആവുമെന്ന് നിങ്ങൾക്ക് തോന്നിയിരുന്നു? ഞാൻ പറഞ്ഞത് എനിക്ക് 100% ഉറപ്പായിരുന്നു. എപ്പോഴേ ഇത് കഥ 3-4 കൊല്ലമായിട്ട് രഞ്ജിത്ത് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോഴൊക്കെ ഇത് ഓരോ ഡയറക്ടേഴ്സിനെ ഏൽപ്പിച്ച് ഇങ്ങനെ നടക്കാതെ പോയി ചേഞ്ചസ് വന്നു. അവസാനം തരുൺ മൂർത്തിയുടെ കയ്യിൽ കൂടെ വന്നപ്പോൾ തരുൺ മൂർത്തിയും കൂടെ ചേർന്ന് ആ ഒരു കോമ്പിനേഷൻ നന്നായി. ഞാൻ ഫസ്റ്റ് ഡേ ഷൂട്ടിംഗ് ചെല്ലുമ്പോൾ സ്ക്രിപ്റ്റ് വായിച്ചു. ഞാൻ ചെന്ന് പറഞ്ഞു സ്ക്രിപ്റ്റ് ആദ്യം ഗംഭീരമാണ്, ഇത് ഒരു സംഭവമായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡ്രസ്സ് ചെയ്ത് വന്നപ്പോൾ പുള്ളി പറഞ്ഞു കുട്ടിച്ചനായില്ലെന്ന് പറഞ്ഞു. ഞാൻ വെച്ച് എന്നെ പറഞ്ഞു വിടുവോ, ആശിച്ച് കിട്ടിയത് കഥാപാത്രമല്ല. ഞാൻ മുറി മേക്കപ്പ് മാൻ പട്ടണ പൊടിക്രാ പഠിക്കാൻ പറ്റും, മെഷീൻ വെച്ച് പൊടിക്രാ പഠിച്ച് വെട്ടി ആ ബനിയനിപ്പോൾ എണ്ണീറ്റുന്ന എല്ലാവരും ഇപ്പം അതാണ് ഇതാണ് കുട്ടിച്ചൻ എന്ന് പുള്ളി പറഞ്ഞു. അങ്ങനെയാണ്. എന്നിട്ട് ഞാൻ ഈ പടം റിലീസിന് 2 ദിവസം മുമ്പ് അമ്പലത്തിൽ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ഞാൻ പോകുമ്പം അന്ന് ചിപ്പി ഉണ്ടായിരുന്നു. രഞ്ജിത്തിൻ്റെ വൈഫ് എൻ്റെ വൈഫാരൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ചിപ്പി എടുത്ത് പറഞ്ഞു, ചിപ്പി ഇനി 2 ദിവസമുള്ള പടം റിലീസ് ചെയ്യാം. ഈ തുടരും എന്നുള്ള സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ രഞ്ജിത്ത് മലയാളത്തിലെ ഏറ്റവും വലിയ പ്രൊഡ്യൂസറാവും. അതുപോലെ ഡയറക്ഷൻ്റെ 1ാം നിരയിലേക്ക് തരുൺ മൂർത്തി വന്നിരിക്കും. ഇത് എൻ്റെ നാക്കാണെന്നത്. അയ്യോ ഒരാഴ്ചയായിട്ട് ആ നാക്ക് പൊന്നായിരിക്കട്ടെ എന്നത്. റിലീസ് ആയതിനു ശേഷം ഞാൻ ചോദിച്ചു രഞ്ജിത്ത് ആ ചിപ്പി വീട്ടിൽ ഒന്ന് പറഞ്ഞു ഇങ്ങനെ സംഭവം. നമ്മൾ അത് ചുമ്മാ ഒരാളെ കളത്തിയതല്ല. ഓക്കെ, നമ്മുടെ 6th സെൻസ് പറയിപ്പിക്കുന്നതാണ്. നമ്മളതിൽ വർക്ക് ചെയ്തു. ഭയങ്കര കഷ്ടപ്പാടായിരുന്നു ഷൂട്ടിങ്. വെളുപ്പിന് 6 മണി വരെ ഷൂട്ടിങ്. എനിക്കൊക്കെ കുറച്ച് ദിവസമാണ് ഷൂട്ടിങ് നൈറ്റുള്ളത്. ഈ 100 ദിവസത്തിലൊരു 7 ദിവസമെങ്കിലും വെളുപ്പിന് 6 മണി വരെയൊക്കെ മോഹൻലാൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ആ സമയത്തൊക്കെ പനിയുണ്ട്, എന്നിട്ടും കഷ്ടപ്പെട്ടൊന്നും ചെയ്തു. ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന മോഹൻലാലിന്റെ ചാട്ടം, ആ ജനലിനിടയിലുള്ള വയ്യ അപ്പോഴൊക്കെ അതൊക്കെ ചാടും. അതെന്ന് വെച്ചാൽ പുള്ളി ഇതിനകത്ത് പ്രാന്താണ്, പാഷനാണ് ആക്ടിങ്, അതിനപ്പുറം ഒന്നുമില്ല. പുള്ളി ഇങ്ങനെ ചാടിയത് വയ്യാതിരുന്ന് മരുന്ന് കഴിഞ്ഞിട്ടുണ്ട്. ആക്ഷൻ പറഞ്ഞ് നമ്മളങ്ങ് ചെയ്തത് ഒത്തു എന്നാ പറയത്തുള്ളൂ. സംഭവം എനിക്കൊന്ന് ഈ സിനിമയിലായിരിക്കും അല്ലേ രാജേട്ടൻ അങ്ങനെ ഒരു ഫ്രണ്ട് അല്ലാതെ ഒരു ജ്യേഷ്ഠ തുല്യനായിട്ടൊക്കെ ലാലേട്ടൻ കാണുന്നൊരു സിനിമ? അത് മാത്രമല്ല, ഞാൻ മോഹൻലാലോട്ട് അഭിനയിച്ചിട്ട് വേറെ സംഭവമുണ്ട്. 10 കൊല്ലമായി. അറബി ഒട്ടകത്തിന് ശേഷം ഞങ്ങൾ തമ്മിലൊരു പടം ചെയ്തിട്ടില്ല. പക്ഷെ ആ ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നില്ല. ആ ഗ്യാപ്പ് തീർത്തില്ലേ, തുടരുമില്ലേ, സൂപ്പർ ഹിറ്റായില്ലേ. ഇപ്പം ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സിനും എല്ലാവർക്കും മനസ്സിലായില്ലേ മോഹൻലാൽ മണിയമ്പിളായ നല്ലൊരു കോമ്പിനേഷൻ. ശോഭന രസകരമായ സീനുകളുണ്ടായിരുന്നു. മോഹൻലാലും ഞാനും ശോഭനയായിട്ടുള്ള മോഹൻലാലും ശോഭനയും ഞാനും ശോഭനയും മോഹൻലാൽ ശോഭനയുള്ള സീൻസ് ഉണ്ടായിരുന്നു. പക്ഷേ പടം എഡിറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും 3.5 മണിക്കൂർ കൂടുതലുണ്ടായിരുന്നു. അത് അവസാനം ഡയറക്ടറും രഞ്ജിത്തും ഒക്കെ എല്ലാം ട്രിം ചെയ്താണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഈ വർഷം കാണാത്ത ഭാഗങ്ങളും ഉണ്ട്. പക്ഷെ അത് എല്ലാം ഇടാൻ പറ്റില്ല. ഒരു പെൺകുട്ടി ഭരതനാട്യം കളിക്കുന്നു, നന്നായിരിക്കും, നമ്മൾ കൈ അടിക്കുന്നു 5 മിനിറ്റ്. ആ കുട്ടി ഭരതനാട്യം നന്നായിരിക്കുന്നു വെച്ചിട്ട് 12 മണിക്കൂർ ഒന്ന് കളിക്കാൻ നമ്മൾ ഇറങ്ങിപ്പോകും. അത് ഒന്നത് ആൾക്കാർക്ക് ക്ഷമയില്ല, സമയമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, പണ്ടൊരു 3 മിനിറ്റ് ട്രെയിലർ കാണാൻ ആൾക്കാർ 5 പ്രാവശ്യം കാണും. ഇപ്പം ഈ ഇൻസ്റ്റാഗ്രാം വന്നതോടി ഇവർക്ക് 50 സെക്കൻഡ്, 1 മിനിറ്റിനപ്പുറം ഒരു ട്രെയിലർ ഓടില്ല. ചെറിയ ചെറിയ സാധനങ്ങളാണ് പോകുന്നത്. അപ്പോൾ ആൾക്കാർക്ക് അത്രയും പേഷ്യൻസ് ഇല്ല ഒരു 3 മിനിറ്റൊക്കെ കാണാനൊക്കെ. അപ്പോൾ നമ്മൾ 4.5 മണിക്കൂർ പടവുമായിട്ട് പോയാലോ. പക്ഷേ രാജേട്ടാ, ഒരു നിർമ്മാതാവെന്ന രീതിയിൽ ഞാൻ ചോദിക്കുവാണെങ്കിൽ നിർമ്മാതാവിൻ്റെ ആംഗിൾ മാത്രം സംസാരിക്കണം ഞാൻ ആഗ്രഹിക്കുന്നു. തുടരുംൻ്റെ ഒരു പ്രൊമോഷൻ സ്ട്രാറ്റജി, കാരണം അവർ റിലീസിന് മുമ്പ് ലാലേട്ടൻ്റെ ഒരു വലിയ ഇൻ്റർവ്യൂകളോ അങ്ങനെ വലിയ സംഭവങ്ങളോ അങ്ങനെ ഒന്നുമില്ല. വളരെ ഗ്രൗണ്ടഡ് ആയിട്ടായിരുന്നു അവർ പ്രൊമോഷൻ ചെയ്തത്. ഇങ്ങനൊരു സിനിമ വരുന്നുണ്ട്, അങ്ങനെ രാവിലെ എണീറ്റ് ഏർലി മോർണിംഗ് ഷോ ഒന്നുമില്ല, 10 മണിക്ക് സാധാരണ ഒരു ഷോ. അതെങ്ങനെ നോക്കി ഒരു നിർമ്മാതാവിൻ്റെ ആസ്പെക്റ്റിൽ? അല്ല, അത് ഈ തരുൺ മൂർത്തിയും രഞ്ജിത്തും കൂടെ ഡിസൈഡ് ചെയ്ത 2-3 കാര്യങ്ങളുണ്ട്. ഇതിന് ഒരു ലോ പ്രൊഫൈൽ മതി. ഇതിന് വലിയ ബഹളങ്ങളോ കാര്യങ്ങളോ ഒന്നും വേണ്ട. മോഹൻലാൽ ശോഭന പഴയ അന്നത്തെ കാലത്ത് വരുന്ന പടങ്ങളില്ലേ, ചെറിയ പടങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അതുപോലെ ഒരു പടം എന്നുള്ള രീതിയിൽ വരുന്നത്. ഒരു കാരണവശാലും ഫൈറ്റിൻ്റെ സ്റ്റില്ല് കാക്കി പോലീസൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊരു കുറ്റാന്വേഷണം, അത് ഇത് ആക്ഷൻ എന്നൊക്കെ തെറ്റിദ്ധരിക്കും. അങ്ങനെ ഒരു സാധനമേ കാണിച്ചിട്ടില്ല. ആദ്യ ദിവസമൊക്കെ മോഹൻലാൽ മുണ്ടെടുത്ത് ഇങ്ങനെ ക്ലതി കേട്ടെന്നൊക്കെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ബൈക്കിൽ പോകുന്ന ഒരു സാധാരണ പോസ്റ്റർ, അതാണ് സുഖം. അപ്പം അതുവരെ അവർ പരസ്യത്തിൻ്റെ കാര്യത്തിൽ അങ്ങേയറ്റം സ്റ്റഡി ചെയ്തിട്ടാണ് ചെയ്തത്. അല്ല ആദ്യം കയറി മോഹൻലാൽ ഏറിയിരിക്കുന്ന ഫോട്ടോ വന്ന് ഇതൊരു അടിപ്പടമാണെന്നൊക്കെ വരും. ഇത് ആൾക്കാർ ഒന്നും പ്രതീക്ഷിക്കാതിരുന്നതിന് ഇതൊന്നും ഞെട്ടിപ്പോയില്ല ആൾക്കാർ. അത് തന്നെയായിരുന്നു എൻ്റെ അവസ്ഥ. ഞാൻ രാവിലെ പോയി കണ്ടപ്പോൾ ഇതേ അവസ്ഥയായിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇങ്ങനെ ഒരു സംഭവമാണ് വരാൻ പോകുന്നത് എന്നുള്ളത്.